ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചാണക്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മമതാ ബാനർജിയുടെ 15 വർഷത്തെ സിംഹാസനം ഇന്ന് തകർന്നു വീണിരിക്കുന്നു. ഗവർണർ അടിച്ചു പുറത്താക്കി, മന്ത്രിസഭ പിരിച്ചുവിട്ടു. ബംഗാളിന്റെ തെരുവുകളിൽ ഇന്ന് മുഴങ്ങുന്നത് ജയ് ശ്രീറാം വിളികളാണ്. സിംഗൂരിലും നന്ദിഗ്രാമിലും വിപ്ലവം നയിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടകളെ തകർത്തെറിഞ്ഞ ആ അഗ്നിപുത്രിക്ക് സ്വന്തം തട്ടകത്തിൽ കാലിടറിയത് എങ്ങനെയായിരിക്കാം? ഇപ്പോ താൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ദീദിയെയും അതിന് പിന്നാലെ ഗവർണർ അടിച്ചു പുറത്താക്കിയ അവസ്ഥയും ആ കസേര വിട്ടുമാറാതെ വാശി പൂണ്ട ആ ഒരു നേതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തോൽവിക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? കാരണം എന്താണ്? ഇതൊരു വെറും തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ സുനാമി കൂടിയാണ്. മമതയുടെ വിശ്വസ്തർ ഓരോന്നോരോന്നായി പടിയിറങ്ങിയപ്പോൾ, അഴിമതിയുടെ കറപുരണ്ട ഭരണകൂടത്തിന് നേരെ ജനങ്ങൾ വിരൽ ചൂണ്ടിയപ്പോൾ ബംഗാളിന്റെ മണ്ണിൽ കാവി പടർന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ വിശകലനം ചെയ്യാം. ആർജിക്കർ ആശുപത്രിയിലെ ആ ഭീകരമായ രാത്രി മുതൽ അധ്യാപക നിയമന അഴിമതിയിലെ കറൻസി കെട്ടുകൾ വരെ മമതയെ വീഴ്ത്തിയ ആ 5 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആരും ചർച്ച ചെയ്യാത്ത, പലരും വിട്ടുപോയ, പറയാൻ മടിച്ച സത്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ്. ദീദിയുടെ പതനം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? സസ്പെൻസും ആവേശവും നിറഞ്ഞ ബംഗാൾ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അണിയറ രഹസ്യങ്ങൾ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. ബംഗാൾ അത് കേവലം ഒരു സംസ്ഥാനമല്ല, അത് വിപ്ലവങ്ങളുടെ മണ്ണാണ്. സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ ടാഗോറും വിവേകാനന്ദനും ജനിച്ച മണ്ണ്. അവിടെ 34 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2011 മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ അതൊരു പുതിയ പ്രഭാതമായിരുന്നു. മാ മാതി മാനുഷ്, അമ്മ മണ്ണ് മനുഷ്യൻ എന്ന മുദ്രാവാക്യവുമായി മമത അന്ന് ജനഹൃദയങ്ങളാണ് കീഴടക്കിയത്. എന്നാൽ 2026 എത്തുമ്പോൾ ആ ചിത്രം പൂർണ്ണമായും മാറി. മമത വെറുക്കപ്പെട്ടവളായി. അധികാരം കൈയാളിയ 15 വർഷം കൊണ്ട് മമതയുടെ പാർട്ടി എങ്ങനെ ഒരു അഴിമതിയുടെ വെറുക്കപ്പെട്ട കേന്ദ്രമായി മാറി? BJP എന്ന ശക്തി ബംഗാളിൽ എങ്ങനെ പടർന്നു പന്തലിച്ചു? 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ BJP അതിന്റെ വിശ്വരൂപം കാണിച്ചിരുന്നു. 18 സീറ്റുകൾ നേടി ദീദിയെ ഞെട്ടിച്ച BJP ഇന്ന് ബംഗാൾ ഭരണം പിടിക്കുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായി മാറുകയാണ്. മമതയുടെ പതനത്തിന് ആക്കം കൂട്ടിയ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഭരണതലത്തിലെ അഴിമതിയാണ്, ക്രൂരതകളാണ്, ഗുണ്ടാവിളയാട്ടമായിരുന്നു. വെറുമൊരു അഴിമതിയല്ല, മറിച്ച് കോടികളുടെ വെട്ടിപ്പാണ് അവിടെ നടന്നത്. ബംഗാളിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്പന്ദനങ്ങളെയാണ്, അല്ലെങ്കിൽ സ്വപ്നങ്ങളെയാണ് തൃണമൂൽ നേതാക്കൾ വിറ്റത്. അർഹരായ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമതയുടെ വലങ്കയായിരുന്ന പാർത്ഥ ചാറ്റർജിയുടെയും അതുപോലെ സഹായികളുടെയും വീട്ടിൽ നിന്നും കണ്ടെടുത്തത് വൻതോതിലുള്ള നോട്ട് കെട്ടുകളാണ്. TV സ്ക്രീനുകളിൽ ആ പണക്കൂമ്പാരം കണ്ടപ്പോൾ സാധാരണക്കാരന്റെ ഉള്ളിൽ കനലെരിയുകയായിരുന്നു. സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി ജയിലിലായപ്പോൾ ദീദി കൈമലർത്തി കാണിച്ചെങ്കിലും ജനങ്ങളത് വിശ്വസിച്ചില്ല. പാവപ്പെട്ടവന് ലഭിക്കേണ്ട റേഷൻ അരിയും ഗോതമ്പും വരെ കടത്തിയത് തൃണമൂൽ നേതാക്കളാണെന്ന ആരോപണം ഓരോ ഗ്രാമത്തിലും കത്തിപ്പടർന്നിരുന്നു. ജ്യോതിപ്രിയ മല്ലിക്കിനെ പോലെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ അഴിമതി കേസിൽ അകത്ത് കിടന്നതോടെ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ പൂർണ്ണമായും തകർന്ന തരിപ്പണമായി. പാർട്ടിയോടുള്ള സമീപനം തന്നെ ജനങ്ങളുടേത് മാറുകയായിരുന്നു. ഓരോ സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം ലഭിക്കണമെങ്കിൽ തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾക്ക് വിഹിതം നൽകണമെന്ന അവസ്ഥ വന്നു. കട്ട്മണി എന്ന ഈ സമ്പ്രദായം ബംഗാളിലെ ഗ്രാമങ്ങളിൽ വൻ പ്രതിഷേധത്തിന് തന്നെ കാരണമായി. അതായത് ദിവസം തള്ളി നീക്കാനാകാത്ത സാധാരണക്കാരുടെ ഇടയിലേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർ പോകുന്നത്. BJP ഈ പോയിന്റിനെ കൃത്യമായി ഉപയോഗിച്ചു. നിങ്ങളുടെ പണം ദീദിയുടെ നേതാക്കൾ മോഷ്ടിക്കുന്നു എന്ന അവരുടെ പ്രചാരണം ജനങ്ങളെ ഏറ്റെടുത്തു. ബംഗാളിന്റെ മനസാക്ഷി ഉലച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഒരു വനിതാ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകം. അറിയാമല്ലോ, ഇപ്പോഴും നമുക്കത് മനസ്സിൽ നിന്നും പോയിട്ടില്ല. ആ സങ്കടം അതിപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ സംഭവം മമതാ ഭരണകൂടത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയായി മാറി. സ്ത്രീകളുടെ കാവലാളായി സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രിക്ക്, മമതയ്ക്ക്, സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ ക്രൂരതയെ തടയാനായില്ല. അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും തെളിവുകൾ നശിപ്പിക്കാനായി നടന്ന ശ്രമങ്ങളും ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ബംഗാളിലെ തെരുവുകൾ നീതി വേണമെന്ന മുദ്രാവാക്യവുമായി ഇരമ്പി. മമത നയിച്ച പ്രതിഷേധ റാലികൾ പോലും ജനങ്ങൾ പുച്ഛിച്ച് തള്ളി.
സ്ത്രീ വോട്ടർമാരുടെ ശക്തമായ പിന്തുണയായിരുന്നു മമതയുടെ ശക്തി. എന്നാൽ ആർജിക്കർ സംഭവം ആ സ്ത്രീകളെ മമതയ്ക്കെതിരെ ചിന്തിപ്പിച്ചു. ആർജിക്കർ മാത്രമല്ല, സന്ദേശ് ഖാലിയിലെ ആ ക്രൂരതയും. സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനത്ത് തങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്ന് അവർ ചോദിച്ചു തുടങ്ങി. ബംഗാൾ രാഷ്ട്രീയത്തിലെ കറുത്ത പാടാണ് സന്ദേശ് ഖാലി. അവിടെ ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ നേതാവ് നടത്തിയ അതിക്രമങ്ങളും ക്രൂരതകളും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇന്ത്യ ഒന്നടങ്കം നടുങ്ങി. സാധാരണക്കാരായ സ്ത്രീകളെ പീഡിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ പിച്ചു ചീന്തുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്ത ഷാജഹാന് മമത നൽകിയ സംരക്ഷണം BJP ആയുധമാക്കി. ഗ്രാമപ്രദേശങ്ങളിലെ ഈ ഗുണ്ടായിസം മമതയുടെ രാഷ്ട്രീയ അടിത്തറ തന്നെ ഇളക്കി. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുന്ന സിൻഡിക്കേറ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. സന്ദേശ് ഖാലിയിലെ കരച്ചിലുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ BJPയുടെ വിജയഗീതമായി മാറി. BJP എങ്ങനെയാണ് ഈ വിജയം നേടിയത്? ഇതിന് പിന്നിൽ വർഷങ്ങളായിട്ടുള്ള ആസൂത്രണമുണ്ട്. മമതയുടെ പ്രീണന രാഷ്ട്രീയത്തെ BJP ശക്തമായി എതിർത്തു. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന ആരോപണം ഹിന്ദു വോട്ടർമാരെ ഒന്നിപ്പിച്ചു. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം കേവലം ഒരു മതാചാരമല്ല, മറിച്ച് മമതയ്ക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രതിഷേധമായി മാറി. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും വോട്ട് ചെയ്യാനായി യുവാക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെല്ലാം വളരെ ക്രൂരതയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിരന്തരമായ സാന്നിധ്യം ബംഗാളിൽ മാറ്റമുണ്ടാക്കി. ഓരോ ബൂത്തിലും പ്രവർത്തകരെ അണിനിരത്തി അവർ BJPയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തി. ഈ മാറ്റം സാധ്യമാണെന്ന വിശ്വാസം അവർ ജനങ്ങളിൽ എത്തിച്ചു. ഒരു കാലത്ത് മമതയുടെ നിഴലായിരുന്ന സുവേന്ദു അധികാരിയുടെ കൂടുമാറ്റം തൃണമൂലിനേറ്റ ഏറ്റവും വലിയ പ്രഹരം കൂടിയായിരുന്നു. മമതയുടെ തന്ത്രങ്ങൾ കൃത്യമായി അറിയുന്ന സുവേന്ദു നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചുകൊണ്ട് തന്റെ കരുത്ത് തെളിയിച്ച സംഭവം ഉണ്ടായി. BJPയുടെ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചത് സുവേന്ദു എന്ന മുൻ തൃണമൂൽ നേതാവാണ്. മമതയ്ക്ക് എവിടെയാണ് തെറ്റിയത്? ദീദി തന്റെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടാൻ കാരണം അമിത ആത്മവിശ്വാസമാണ്. തുടർഭരണം അവരെ വെറുക്കപ്പെട്ടവളാക്കി. അധികാരമോഹം അവരെ ജനങ്ങളിൽ നിന്നും അകറ്റി. ബംഗാളിലെ ഭരണം നോക്കുന്നതിനു പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമത്തിലായിരുന്നു മമത. ഇത് ബംഗാളിലെ ഭരണത്തെ അവതാളത്തിലാക്കി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അഭിഷേക് ബാനർജി എന്ന തന്റെ അനന്തരവനെ വളർത്താൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ പിളർപ്പിനും കാരണമായി. പഴയ നേതാക്കൾ പലരും അവഗണിക്കപ്പെട്ടപ്പോൾ അവർ BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. അതായത് സ്വജനപക്ഷപാതം. ഇവിടെ LDFന് സംഭവിച്ചത് തന്നെയാണ് അവിടെ മമതയ്ക്കും സംഭവിച്ചത്. പുറത്തു നിന്നുള്ളവർ എന്ന് BJPയെ വിളിച്ചത് ഇത്തവണ വിലപ്പോയില്ല. BJP എന്ന പാർട്ടി ബംഗാളിലെ തദ്ദേശീയമായ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു കഴിഞ്ഞിരുന്നു. ബംഗാളി അസ്മിത BJPയും ഏറ്റെടുത്തതോടെ മമതയുടെ ആ തന്ത്രവും പാളി. ബംഗാൾ ഒരു കാലത്ത് വ്യവസായങ്ങളുടെ കേന്ദ്രമായിരുന്നു. എന്നാൽ സിംഗൂറിലെ ടാറ്റ പ്ലാന്റിനെ പുറത്താക്കിയതോടെ അവിടെ തുടങ്ങിയ വ്യവസായ തകർച്ച ഇന്നും തുടരുകയാണ്. ബംഗാളിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ തൊഴിലിനു വേണ്ടി കേരളത്തിലേക്കും മുംബൈയിലേക്കും കുടിയേറുകയാണ്. വലിയ IT പാർക്കുകളോ നിർമ്മാണശാലകളോ കൊണ്ടുവരാൻ മമതയ്ക്ക് സാധിച്ചില്ല. മമത തന്റെ അധികാരം സംരക്ഷിക്കുന്ന, അധികാരം ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. എന്തായാലും മമതയുടെ ഭരണത്തിന് യുവാക്കൾ നൽകിയ മറുപടിയാണ് ഈ പരാജയം. ബംഗാളിലെ ഈ വിജയം BJPക്ക് ദേശീയ തലത്തിൽ നൽകുന്ന ഊർജം ചെറുതുമല്ല. കിഴക്കൻ ഇന്ത്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തമിഴ്നാടും കേരളവും പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് BJP കണ്ണു നട്ടിരിക്കുന്നത്. അതും അധികം വൈകാതെ തന്നെ. BJP ഒന്നും ചെയ്യാതെ തന്നെ ഇവിടെയുള്ള മുന്നണികൾ അവർക്ക് വേണ്ടി വഴി വെട്ടിക്കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നിരയിൽ മമതയുടെ ശബ്ദം ദുർബലവുമാകും. കോൺഗ്രസിനും ഇതര പാർട്ടികൾക്കും ബംഗാളിലെ ഈ ഫലം വലിയൊരു പാഠമാണ്. 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ 22 സംസ്ഥാനവും ഇന്ന് കാവി പുതച്ചു. ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രീണനവും അഴിമതിയും ഏതൊരു പാർട്ടിയെയും തകർക്കുമെന്ന് ബംഗാൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ബംഗാളിലെ തെരുവുകളിൽ ഇന്ന് പുതിയൊരു രാഷ്ട്രീയ ചരിത്രം രചിക്കപ്പെടുകയാണ്. മമതയുടെ കോട്ടകൾ തകർന്നു വീഴുമ്പോൾ അത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ഒരു ജനതയുടെ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിജയമാണ്. ബംഗാൾ രാഷ്ട്രീയം ഇനി എങ്ങോട്ട്? BJP തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുമോ? അതോ മമത വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കാലം എന്തായാലും ഇതിനെല്ലാം മറുപടി നൽകും. പിന്നെ ഈ വിശകലനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കണം. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.